ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നത് യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള അർജൻറ്റ് മെസ്സേജ് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ത് കഠിനാധ്വാനമാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു റിവാർഡ് റെക്കഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 444-ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. മുമ്പേ 44-ൻ്റെ എനർജിയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ 444-ൻ്റെ എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് 8888-ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സമയം നിങ്ങൾക്ക് അത്രമാത്രം ഒരു സപ്പോർട്ട് തരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് ഒന്നിന് പിറകെ ഒന്നായിട്ട് നേരെ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന വണ്ടി വളരെ താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. നിങ്ങളുടെ വണ്ടി താമസിച്ചാണെങ്കിലും വളരെ സ്പീഡിൽ ഗതിയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വലിയ അച്ചീവ്മെൻറ്റ് പ്രാപ്തമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ വലിയൊരു സക്സസ് നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് സക്സസ് പ്രാപ്തമാക്കുന്നു അത്രത്തോളം നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒത്തിരി ആൾക്കാർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളെ അറിയാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ പ്രാപ്തമാക്കാത്ത സക്സസ് ആയിരിക്കും നിങ്ങൾ പ്രാപ്തമാക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നാലോചിച്ച് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. ഞാൻ ഇതെങ്ങനെ സാധിച്ചു എന്നാലോചിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് സമയം ഇതുവരെ നിങ്ങൾക്കൊന്നും തന്നിട്ടുണ്ടാവത്തില്ല, പക്ഷേ തരുന്നത് വളരെ കൂടുതലായിട്ട് തരുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ലഭിക്കുന്നതായിട്ട് അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്രയും നല്ല കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇതുവരെ എൻ്റെ സമയം എനിക്ക് ഫേവറായിട്ട് നിന്നില്ല, ഇപ്പോൾ എൻ്റെ സമയം എനിക്ക് ഫേവറായിട്ട് നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുതരികയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ അബണ്ടൻസിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ക്ഷമാശീലം, നിങ്ങളുടെ ആ ഒരു സാമർത്ഥ്യം ഇതെല്ലാം ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സമയം കണ്ടു. അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഓരോന്ന് തരുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യം ചെയ്തതിൻ്റെ ആ ഒരു ബലമാണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടായിക്കാണും. നിങ്ങളുടെ ആ ഒരു ആരോഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആവാതെ എന്നിട്ട് പോലും ആ ഒരു സമയത്ത് പോലും നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ അതും ഈ ഒരു സമയം കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ലോകം കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഈശ്വരൻ കണ്ടിട്ടുമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കഠിനാധ്വാനം എല്ലാം വലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പല സ്ഥലങ്ങളിലും നിങ്ങളുടെ സ്ട്രഗിൾ കൂടിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു സോഴ്സും ഉണ്ടാവത്തില്ല, പക്ഷേ ഇനി അങ്ങോട്ട് ക്യാഷിന് വേണ്ടിയുള്ള സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാശ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഇല്ല എങ്കിൽ ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലോൺ എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ഏതെങ്കിലും രീതിയിൽ റെഡിയായി നിങ്ങളുടെ ആ ഒരു ലോൺ ക്ലോസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു കടം ഒരിക്കലും വീട്ടാൻ പറ്റുന്നില്ല, അത് തന്നെയാണ് വലിയ പ്രോബ്ലം. ഇവിടെ ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പൈസയ്ക്കുള്ള സ്രോതസ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൈസ വരും, നിങ്ങളുടെ ഈ ഒരു കടങ്ങളെല്ലാം വീട്ടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അങ്ങനെ തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലോൺ എമൗണ്ട് അല്ലെങ്കിൽ ആരെന്തെങ്കിലും കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ആണ് ഉള്ളതെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ആരിൽ നിന്നും കടം വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ കടം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടം നിങ്ങൾക്ക് കൂടുന്നതല്ലാതെ പെട്ടെന്ന് അത് കുറയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
അതിന് പകരമായിട്ട് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഈ കടം വാങ്ങിച്ച ആൾക്ക് പൈസ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ലോൺ എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഡ്യൂ ചൊവ്വാഴ്ച നിങ്ങൾ കൊണ്ട് അടയ്ക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എത്ര തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നെങ്കിലും അത് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ആ ആളെ നിന്ന് പൈസ കടം വാങ്ങിച്ചില്ല തിരികെ കൊടുക്കുന്നത് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഏത് ദിവസമായാലും കുഴപ്പമില്ല, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച ആയിരിക്കണം. ചൊവ്വാഴ്ച അങ്ങ് തിരിച്ചു കൊടുത്തു തുടങ്ങി പിന്നെ നിങ്ങളത് ഏതെങ്കിലും ദിവസമായാലും കുഴപ്പമില്ല, അങ്ങനെ കൊടുത്ത് തീർക്കാൻ പറ്റും നിങ്ങൾക്ക്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചൊവ്വാഴ്ച വാങ്ങിക്കാൻ പാടില്ല, പക്ഷേ തിരിച്ചു കൊടുക്കാൻ നല്ലതാണ് ചൊവ്വാഴ്ച. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പൈസ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ വരും. മറ്റേത് പൈസ ഉള്ളതും കൂടെ പോയി കടം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും വരികയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞ് ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ്. സമയം എത്ര തന്നെ മോശമായാലും എത്ര തന്നെ നല്ലതായാലും ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഗോ വിത്ത് ഫ്ലോയിൽ പോകാൻ പറയാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊരു നെഗറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസായി പോവുകയാണ്. എന്തോ ഒരു ക്ലാരിറ്റി, എന്തോ ഒരു ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കും. നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. നമ്മളെ പുറമേ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറ്റം, ഉള്ളിൽ നമ്മളെക്കുറിച്ച് ഉള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയായിരിക്കും വച്ചേക്കുന്നത്. ചില ആൾക്കാർ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കും ഒരു ദേഷ്യം നിങ്ങളോട് വയ്ക്കുന്നതൊക്കെ. അതായത് ഏതെങ്കിലും രീതിയിലുള്ള തോട്ട്സിലൂടെ അവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങളുടെ ആ ഒരു സക്സസ്, അതിനെയെല്ലാം തടയാൻ ശ്രമിക്കുന്നു അവരുടെ ആ ഒരു ചിന്തയിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യമായാലും അത് നിങ്ങളുടെ മുന്നിൽ വരും ഇനി അങ്ങോട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഒരു നെഗറ്റിവിറ്റി സ്വയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ 3 കാക്കകളുടെ ആ ഒരു എനർജി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ ന്യായത്തിൻ്റെ ആ ഒരു ചിന്ത വരുമ്പോൾ ക്രോയിൻ്റെ ആ ഒരു വിളി കേൾക്കാൻ പറ്റും, കാക്കയുടെ ശബ്ദം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 3 കാക്കകളെ ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 3 കാക്കളെ ഒരുമിച്ച് എപ്പോഴും എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തിയുണ്ട്, ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നു, ആ വ്യക്തി റിലീസായി പോകുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഒരു ടീമിനെ. അപ്പോൾ അതിൻ്റെ ആ ഒരു മഹത്വം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കാണാൻ. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. അത് നിങ്ങളുടെ ആ ഒരു സാമർത്ഥ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം നല്ലതായിട്ട് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള സാമർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ലീഡിങ് ഒരു ക്വാളിറ്റി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്ത് നല്ലതായിട്ടാണ് ലീഡ് ചെയ്തത് എന്നുള്ള തോന്നലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കഴിവ് എനിക്കുണ്ട് എന്ന്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവുമായിട്ട് കണക്റ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരികയും അതിൻ്റെ ആ ഒരു ലീഡറായിട്ട് നിൽക്കേണ്ട നിങ്ങളായിരിക്കണം. ആ പ്രശ്നം തീർക്കാൻ ലീഡറായിട്ട് നിൽക്കേണ്ടത് നിങ്ങളായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരും. അങ്ങനെ നിങ്ങൾ ലീഡർഷിപ്പ് ചെയ്ത് ആ പ്രശ്നം അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ആൾക്കാർ നിങ്ങളെ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കും എന്നാണ് കാണാൻ മുന്നത്തെ പോലെ നിങ്ങൾ പറയുന്നത് അവോയ്ഡ് ചെയ്യത്തില്ല, ശ്രദ്ധാപൂർവം കേൾക്കും ആൾക്കാർ. ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ഈ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ആവുകയും ചെയ്യും. അതായത് നിങ്ങളുടെ മുന്നിൽ എന്ത് മോശം സ്ഥിതി വന്നാലും വരൂ ആ സ്ഥിതികൾ ഞാൻ കാണട്ടെ, ഞാൻ പോരാടി കാണിച്ചു തരാം ആ സ്ഥിതി എങ്ങനെ എൻ്റെ ഫേവറിലാക്കണമെന്ന്. ആ ഒരു കറേജ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തി സഹിച്ച് അതിനപ്പുറം സഹിച്ചു. അപ്പോൾ ഇനി എന്തായാലും എന്ത് മോശം സ്ഥിതി വന്നാലും അതിനോട് പോരാടും എന്നുള്ള യോദ്ധാവിൻ്റെ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു വിഷമമോ അങ്ങനെ ദുഃഖമോ ഒന്നുമില്ല. അതിനെല്ലാം അവസാനിപ്പിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിങ്ങനെ വിഷമിച്ച് മാറി നിൽക്കത്തില്ല, ധൈര്യത്തോടെ പോരാടും. ആ ഒരു സ്ഥിതിയായിരിക്കും നിങ്ങൾക്കിനി ഉണ്ടാവുക. അതായത് മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും നിങ്ങൾ എന്നാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ ആ കറേജ്നെസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ഏതവസ്ഥയും പോരാടാനുള്ള. ഇവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം അത്രമാത്രം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പേടി മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു സാഹസികതയാണ് ഈ ലോകം കാണാൻ പോകുന്നത്. ഇവിടെ ഇന്നത്തെ കാര്യം ആലോചിച്ചോ, ഫ്യൂച്ചർ കാര്യം ആലോചിച്ചോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിന്തയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്ന, എങ്ങോട്ട് പോകണം, ഏത് വഴി പോകണം, എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളുള്ളത്. ഇവിടെ ഇങ്ങനെയുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. ഞാൻ ആരെ വിശ്വസിക്കുക, ആരെ വിശ്വസിക്കേണ്ട, ഏത് വഴി പോകണം, ഏത് വഴി പോകണ്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് മുന്നിലോട്ടുള്ളത്. എങ്കിലും ഒരു വിഷമവും വേണ്ട. വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാരം നിങ്ങളല്ല എടുത്തേക്കുന്നത്, ദൈവമാണ് എടുത്തേക്കുന്നത്. ദൈവത്തിനറിയാം ഓരോ സമയം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, അതനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്ന ഒരു പേടിയും കൂടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ ഒരു മനസ്സ് വളരെ പവിത്രമായിട്ടുള്ള മനസ്സാണ്, ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കത്തില്ല. ഇവിടെ 8 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ ഒരു വിഷ് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. സഡനായിട്ടായിരിക്കും ഈ കാര്യം നടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല, ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അതായത് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മൂഡ് വളരെ മോശമായിരിക്കും. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഗുഡ് ന്യൂസ് വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ദൈവമേ, ഇതെന്താ ഇങ്ങനെ എൻ്റെ ലൈഫ് സംബന്ധിച്ച് രാവിലെ എണീച്ചപ്പോൾ വിചാരിച്ച് ഇന്നത്തെ ദിവസം വളരെ മോശമായിരിക്കുമെന്ന്. പക്ഷെ ഇങ്ങനൊരു ദൈവം എനിക്ക് കാത്തു വച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഉറപ്പായിട്ടും ഏതെങ്കിലും രീതിയിലൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം അങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് നിർദോഷരായിട്ടുള്ള ആൾക്കാർക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം, അതായത് നല്ല കർമ്മത്തിൻ്റെ ഫലം ലഭിക്കണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. ഇവിടെ അഡ്വഞ്ചറായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. കുറച്ചൊന്ന് സാഹസികരായിട്ട് നിങ്ങൾ മാറണം എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് സ്വയം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. ഇവിടെ കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് മാറും, നല്ലതായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ചിന്തയും കൂടാതെ ലൈഫിൽ മുന്നോട്ട് പോവാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ചില സമയങ്ങളിൽ ആവശ്യമില്ലാത്ത ഭ്രമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വീഴ്ത്തും. അതിൽ നമ്മൾ വീണു പോവരുത് എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. എവിടെയാണോ നിങ്ങൾക്ക് ഭ്രമം ഉണ്ടാകുന്നത് അവിടെ അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. ഇവിടെ ഒരു പേടിയും കൂടാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുക. എപ്പോഴെന്ത് നല്ലത് സംഭവിക്കണമോ അത് സംഭവിക്കുക തന്നെ ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ലൈഫ് എപ്പോഴും ശാന്തിപൂർണ്ണമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ട് പോകുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോവേണ്ട ആ ഒരു സ്ഥിതിയുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങളെ സ്റ്റക്കാക്കുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ സ്റ്റക്കാകരുത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചിലപ്പോൾ സ്റ്റക്കാക്കും. അത് ഭ്രമമായിട്ടുള്ള ആ ഒരു സ്ഥിതിയാണ്. അവിടെ നിങ്ങൾ വീണു പോവരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു മനസ്സ് സ്റ്റക്കാവുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് 66, 666 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പരിവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വലിയൊരു പരിവർത്തനത്തിലേക്ക്. എന്ത് കാര്യങ്ങളാണോ നടന്നത് അത് നടന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. കാരണം നമുക്ക് പറയാൻ എളുപ്പമാണ്, അത് അനുഭവിച്ചവർക്കേ അറിയാവൂ. എന്നാലും നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുതെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ അങ്ങനെ പറയുന്നത്. നമ്മുടെ സമയത്തിന് നമുക്ക് വാല്യൂ കൊടുക്കണം. ഈ ഒരു നല്ല സമയത്ത് നമ്മൾ വെറുതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിപ്പിച്ച് കളയാൻ പാടില്ല എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. എന്ത് കാര്യമാണോ മാറ്റം വരുത്തേണ്ടത് അത് തനിയെ മാറിയില്ലെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യുക, സറണ്ടർ മോഡിലിരിക്കുക, അത് ഈശ്വരന് വിട്ടുകൊടുക്കുക. എന്നിട്ട് ലൈഫിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ എന്ത് നെഗറ്റിവിറ്റിയാണോ അത് സ്വയം നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് രഹസ്യമാണോ ഇതുവരെ നിങ്ങളുടെ മുന്നിൽ വരാത്തത് ആ രഹസ്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കത്തില്ല. അതായത് ഒരു കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്കിങ് ആയി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കത്തില്ല.
ഇവിടെ എന്ത് ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാഹസികത ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി സിറ്റുവേഷൻസ് കണ്ട് പേടിച്ച് മാറി നിൽക്കത്തില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആ ഒരു എനർജി. ഇവിടെ ദൈവം നിങ്ങളുടെ ചുമലിൽ വലിയ വലിയ റെസ്പോൺസിബിലിറ്റി, വലിയ വലിയ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. കാരണം ദൈവത്തിനറിയാം ഈ വ്യക്തിക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ തോന്നും, ദൈവമേ എന്താ എനിക്ക് ഇത്രയും ഉത്തരവാദിത്വം തന്നത് എന്ന്. പക്ഷേ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ദൈവത്തിനറിയാം നിങ്ങളെക്കൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈസി ആയിട്ട് നിറവേറ്റാൻ സാധിക്കുമെന്ന് ഈശ്വരനറിയാം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തരുന്നത് ഈശ്വരൻ. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു നിശ്ചയമാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും പൈസയുടെ ആഗമനം ഉണ്ടാവുന്നതെല്ലാം. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത്. ഒരു പേടിക്കേണ്ട ആവശ്യവുമില്ല ഇവിടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനി പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.